ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലതരം കേക്കുകൾ ഉണ്ടാക്കാനും അതുപോലെ ഡെസേർട്ടുകൾക്കൊക്കെ ആവശ്യമായിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാറുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കിതുപോലെ അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഒന്നിക്ക് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനോ അല്ലെങ്കിൽ ഒരു സോസ് പാനോ എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അടികട്ടിയുള്ള പാത്രം എടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് വെച്ചിട്ടും പാൽപ്പൊടി വെച്ചിട്ടും കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാറുണ്ട്. നമ്മളിവിടെ പാല് വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ml മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതായത് 1/2 ലിറ്റർ പാല്, 2 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ കൂടി ഉണ്ടാവും. അത്രയും പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പാലെടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അതായത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 2 കപ്പ് പാലെടുക്കുമ്പോൾ നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുന്ന സമയത്ത് നമ്മളതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇളക്കി കൊടുക്കുന്നിടത്തോളം ഇത് നന്നായിട്ട് ചൂടായി വരും ചെയ്യും. അത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും ചെയ്യും. അപ്പോൾ കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഇതിലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഇത് ഇതുപോലെ കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ടാവും. ഈ പഞ്ചസാര നമ്മളെപ്പോഴും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്തിട്ട് ഇത് ഇളക്കി കുറുക്കിയെടുക്കുമ്പോഴാണ് കണ്ടൻസ്ഡ് മിൽക്കിന് ആ കാരമൽ ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടുക. അപ്പോൾ പഞ്ചസാര ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അതായത് ഇനി നമ്മളിതിൽ ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിനി ഇളക്കി കൊടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ ഇളക്കിയിട്ട് ഇത് നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ട് കുറുക്കിയെടുക്കാൻ നോക്കരുത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ പാലും പഞ്ചസാരയും അടി പിടിച്ചിട്ട് നമുക്കത് ശരിയായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സാവധാനത്തിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് കുറുക്കിയെടുക്കണം. ഇത് ഏകദേശം ഒരു 30-35 മിനിറ്റ് സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും. അതായത് നമ്മളിതിൽ ചേർത്തിട്ടുള്ള പാല് ഏകദേശം ഒരു പകുതിയായി വരണം. ആ ഒരു രീതിയിൽ എത്തുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതുവരെ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 15-20 മിനിറ്റൊക്കെ ആയി കഴിഞ്ഞാൽ പാലിൻ്റെ കളറ് ചെറുതായിട്ട് മാറാനായിട്ട് തുടങ്ങും. അതായത് ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഈ പാനിൻ്റെ സൈഡിൽ പാലിൻ്റെ പാടങ്ങനെ ഇതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ആ പാലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ പാൽ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങും. ആ സമയം എത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കുറുകിയിട്ട് വല്ലാതെ അങ്ങോട്ട് കട്ടായി പോവും. അപ്പം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം അങ്ങനെ കുറുകി വരുന്ന സമയത്ത് ഇതിലെ പാലിൻ്റെ പാടകളുടെ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പാടകളൊക്കെ ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇത് റെഡി ആയതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കൂടുതൽ സമയം ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് അങ്ങോട്ട് തിക്കായി പോവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു നോക്കുമ്പോൾ അതുപോലെ കറക്റ്റായിട്ട് ഒഴുകുന്ന രീതിയിലാവണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും. പിന്നെ ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കണ്ടൻസ്ഡ് മിൽക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണില്ല. അഥവാ ഇനിയിപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് വേണ്ടത്. അതായത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒറ്റി വീഴണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി.
അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഫ്ലെയിമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അതായത് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇളക്കി കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മളത് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാൽ വെച്ചിട്ട് നമുക്ക് 1 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനി നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. പുറത്ത് വെക്കുകയാണെങ്കിൽ കേടുവരാൻ ചാൻസ് ഉണ്ട്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 1-2 മാസമൊക്കെ അത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്